രാവിലെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:55 ഞാൻ വെളുപ്പിനെ എൻ്റെ ടൗലറിലൊക്കെ പോയി. രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇതുവരെ തുറന്നിട്ടില്ല. നമ്മുടെ ട്രക്കിൻ്റെ ലാസ്റ്റ് ഡേയാണ്. നമ്മളിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. നമ്മുടെ സാധനം കൊണ്ടാൻ കുതിരയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മഴ തുറന്നിട്ടില്ല. നമുക്കൊന്നും ചായയും കിട്ടിയിട്ടില്ല. വിശക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളെ കുറച്ച് പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമോ ഇതിനകത്ത്. കുതിരകളാണ് ഇവിടെ. മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല എനിക്ക്. പക്ഷെ മുകളിൽ നിന്ന് വെള്ളം പോലെ വീണ കാണുന്നില്ല. നിലത്തൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഐസ് മഴയാണോ? ഇല്ല, കയ്യേ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ, ഐസല്ല. എൻ്റെ ടെൻറ്റിൻ്റെ മുമ്പിൽ നോക്കി നമ്മുടെ സാധനം കൊണ്ടാൻ വന്നാന്ന് തോന്നുന്നു ഇവർ. പക്ഷേ മഴ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെളുപ്പിന് രാത്രി മുഴുവൻ മഴയായിരുന്നു. വെളുപ്പിന് ഇച്ചിരി മഴ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ടോയ്ലറ്റിൽ പോയി ഇട്ടൊക്കെ വന്നു. പിന്നെ മഴയായിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ നമ്മളിവിടെ കയറി ഇരിക്കുന്ന അടച്ചു മൂടി. സാധനങ്ങളൊക്കെ അത്യാവശ്യം പാക്ക് ചെയ്തിട്ടുണ്ട്. മൗണ്ടൻസൊക്കെ മൂടിയുണ്ടോ? പോണ മഴക്കാറും ഇവന്മാര് നമ്മുടെ സാധനം കൊണ്ടാൻ വന്നാന്ന് തോന്നുന്നു. അവന്മാര് ഫുൾ ടൈം പുല്ല് തീറ്റ ഇങ്ങനെ നടന്ന് തിന്നോണ്ടില്ല. മരം കൊണ്ട് പോയി ഇറങ്ങിപ്പോയി. ഇവിടെ 2 ഉണ്ട്. ബാക്കിൽ കുറേ ബേർഡ്സ്. അങ്ങനെ ലേഡി ലെഗിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ചെമ്മരിയാടുകളെ കണ്ട. മഴയാണ് കണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ. ഞാൻ വഴിയൊക്കെ കുഴയാന്ന് നടക്കാൻ മഴ പെയ്തിട്ട്. ആടുകളെ കണ്ട. മോളിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ ആടുകള് എത്ര എണ്ണ. ആടുകളൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ. മോളിൽ നിന്നൊരു പട്ടി ഇറങ്ങിയുണ്ട്. ഇടിക്കോ അത്? നേടെ മൊത്തം ആടുകളാ. മഴയായിട്ട് നല്ല ഭംഗിയില്ല വാലി കാണാൻ. നീര് ബ്രൗൺ കളറാട്. ഓടിപ്പോയി. ഒരാള് വെറുതെ നിക്കുന്നു പോസ് ചെയ്ത്. എന്നെ എടുത്തോന്ന് പറഞ്ഞിട്ടാ. അയ്യാ പോലെ ഞാൻ ഓടിക്കളഞ്ഞു. ഇത് ചെമ്മരിയാടല്ലല്ലോ. ഇതെന്താ സംഭവം? ഇവിടെ അടുത്ത് നിക്കണ നോക്കി. ചെമ്മരിയാടിനും വ്യത്യാസമുണ്ട് കണ്ടാ. മഴ കൂടിയാലാ പ്രശ്നം.
പിന്നെ മറ്റുള്ള കാട് പോലെ ഉള്ളിൽ കൂടെ വന്നില്ലേ, അവിടെ ഭയങ്കര തന്നലായിരിക്കും അല്ലേ. ഈ ആടിന്റെ ഹോൺ നോക്കി. ഓ, ഇതാണ് നമ്മളെ ഇടുമ്പ അമ്പലത്തിൽ പോയപ്പോ അവരുടെ ഡോറിൽ വെച്ചിരുന്ന ഷീപ്പിന്റെ അമ്പ. അവിടെയൊക്കെ ഷീപ്പാണ്. മോളിൽ നിന്ന് ഇനി ആൾക്കാർ വരുന്നുണ്ട്. വേറെ ടൈപ്പ് ഷീപ്പ്. ഇതെല്ലാം കയറിപ്പോയി. ഓടാണ്ട. കരിമ്പം മഞ്ഞ്, കോഫി ബ്രൗൺ കരിഞ്ഞ്, കോഫി ബീൻ പോലെ കരിഞ്ഞ ഒരുത്തൻ. നല്ല രസം നിങ്ങളെ കാണാൻ, പക്ഷെ തൊടാൻ വല്ലാന്ന് തോന്നുന്നു. അവിടെ ഒരുത്തൻ നിൽക്കുന്നു. നിങ്ങളെ നമ്മളെയൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടാ. ബാലൻസ് ആയിട്ട് കിട്ടുന്നതാണ് പുള്ളി പറയുന്നത്. അത് ഈ ചെളി വന്നപ്പോഴേ അല്ല താഴെ ക്യാമ്പ്. അടിപൊളി വ്യൂ ആണ്. അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാ തോന്നുന്നു കേട്ടോ, അല്ലേ? അത് ലാൻഡ് സ്ലൈഡാ തോന്നുന്നു. നമ്മള് കാട് പോലെ ഒരു സ്ഥലത്ത് കൂടെ വന്നോണ്ടിരിക്കും. ഈ ചെടി കണ്ടോ? കണ്ടോ? അങ്ങനെ നമ്മൾ നടന്ന് ഇത് കാട് പോലെ സ്ഥലത്തെത്തിണ്ട്. സ്ട്രീമിന്റെ സൈഡിൽ കൂടെ നടന്നു വന്നു നമ്മൾ. ഈ താഴേന്ന് കയറുന്നു. മരം നോക്കി നല്ല ഭംഗിയിലാണ്. ഇനി നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങുന്നു. അങ്ങോട്ട് ഇത് സോലാങ് സ്കൈ അൾട്രയുടെ റൂട്ടാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. താഴെ നമ്മൾ ഇത് കയറി ലേഡിയിലേക്ക് പോയി തിരിച്ച് താഴേക്ക് പോയി അങ്ങനെയാണെന്ന്. भैया आप इसमें बोल दो रूट क्या है, तो मैं अपने बेटे को रेस रूट मार्किंग ब्यासकुंड बाय लेफ्ट साइड से एंड ब्यासकुंड बकरथाज एंड ब्यासकुंड बाय टर्न लेडी लेक एंड डाउन डुंडी एंड सीधा रिज बैक लेफ्ट साइड से एंड पतालसू बैक डाउन सोलांग वैली। अच्छा, कितना किलोमीटर का? 30? ये 30 किलोमीटर। और 100 कहाँ जाएगा? 100 का सेम रूट, ये चेंजिंग रूट चेंज अलग साइड। अच्छा ठीक, ओके, थैंक यू। ओके बाय। और जी चल पड़े। നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് സോലാങ് സ്കൈ അൾട്രയുടെ റൂട്ടാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഈ മാർക്ക് ചെയ്ത് വെച്ചാണത് റൈസിൻ്റെ മാർക്കാണെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെയൊക്കെ ആരോ മാർക്ക് ഉണ്ടോ?
ഇത് तो 60 का कहाँ से होगा? 60 का नीचे ही है, अच्छा वो अलग रूट है, ये 30 किलोमीटर का है। 60 का अच्छा। यही है सेम, 60 का रहेगा सेम ट्रेल, उसमें तालसू नहीं होगा। अच्छा ये मार्क किया हुआ रेस के लिए, कहाँ से जाए? इधर से जाए? ये इधर वाला से? हाँ। मार्क किया हुआ, यहाँ से आ जाओ डाउन, ये रास्ता अच्छा है। अच्छा तो मैं आ जाऊँ तो मुझे इधर से दौड़ना पड़ेगा? आपको एक मंथ यहाँ ट्राई करना पड़ेगा, उसके बाद ही। സൊളാൻ സ്കൈ അൾട്രയുടെ റൂട്ട് മാർക്കിംഗ് ആണ് 30 किलोमीटर താഴെയൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. अभी अक्टूबर में होगा ना? अक्टूबर 6-7 वही अक्टूबर को अभी से मार्क किया हुआ है। रेस लगा के फायदा क्या, कुछ फायदा है? हाँ, पैसा तो मिलता नहीं है। फिनिश करेगा तो हम्म, फिनिश करेगा तो अच्छा है ना? पैसा मिलता नहीं, फिनिश करके कोई फायदा प्राइस तो पहले वाले को मिलता, नहीं मिलता। मेडल मिलता है। मेडल का मेडल बहुत हो गया। हाँ इसमें क्या होता है, पैसा दबा के, इसमें क्या होता है ना, हम्म, पॉइंट्स मिलते हैं ट्रेल रनिंग एसोसिएशन का, अच्छा तो उसको जमा करेगा तो वो इंटरनेशनल रेस में पार्टिसिपेट कर सकता है। अच्छा। मैंने 2 हाँ। बार मैं था यहाँ पे रेस के, उसमें मैं भी उसमें अच्छा। वो करता, थोड़ा काम होता उसमें भी, വേണ്ട. यहाँ से यहाँ से। അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ താഴേക്ക് ഇറങ്ങുന്ന പ്രയത്നമാണ് നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്. यहाँ से डाउन हो जाओ। मार्के मेरा पैर में बहुत दर्द हो रहा है. वो नीचे जाके कहना अपने रोड में जाके ना दिल्ली का हाँ चलते हो, पाँव ट्विस्ट हो तो आप चलते हो, हाँ ठीक है? क्लोज करके रखो थोड़ी देर उसको। मैंने ऊपर आते देखा तो मैंने सोचा फ्रेंडशिप का मार्किंग है. മോൻ സൊളാൻ സ്കൈ അൾട്ര ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഒക്ടോബറിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ട് മാർക്ക് ചെയ്തേക്കണ ജസ്റ്റ് എടുത്തോ. എൻ്റെ തള്ളവിരൽ ഷൂവിലും മുട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി നമ്മൾ ടോപ്പിൽ നിന്ന് വരുമല്ലേ, കാല് വേനിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഷൂ ബൈറ്റായി. ഷൂ എങ്ങനെയെങ്കിലും ഊരിയാൽ മതിയായിരുന്നു. എൻ്റെ സ്ലിപ്പറും ഇല്ല, സ്ലിപ്പർ മേടിക്കണം. വാ ഞാൻ സാരാഹേ. അങ്ങനെ നമ്മൾ ട്രക്ക് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. എല്ലാവരും ഇവിടെ ഷൂ ഒക്കെ കഴുകി താഴേക്ക് വന്നോളൂ. ഇതുണ്ട് ഇവിടെ കറണ്ടിൻ്റെ എന്തോ സംഭവം തോന്നും കേട്ടോ. ദുന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലൊക്കെ ഡാമിൻ്റെ എന്തോ സംഭവം തോന്നുന്നു. ഇത് നോക്കി വെള്ളം തെറിച്ച് വീണ നോക്കി. മഴ ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ പോയിട്ടൊക്കെ എൻ്റെ കാല് കള്ളകരൽ ചുണ്ടിടിച്ചിട്ട് ജാമായിരിക്കല്ലേ. എടുത്തിട്ട് പോയി ഒന്നും ചെയ്യില്ല. ഒന്നും ഉരണയ്ക്കാതെ ചെരുപ്പില്ല. അതിൻ്റെ മുകളിൽ കണ്ടോ കറണ്ടിൻ്റെ എന്തോ സംഭവം. ആ പൈപ്പിൽ അവിടെ തന്നെ പൈപ്പിനാണ് വെള്ളം വന്നത്. അങ്ങനെ
കയറ്റവർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി പാറയും കൂടെ കഴിഞ്ഞ് നമ്മൾ റോഡിലെത്തി. ഷൂലേ കാലിടിച്ചിട്ട് എനിക്ക് വിരൽ വേദനെടുക്കും, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കുറേ സ്ഥലത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർ ഇവരെയും ഫ്രണ്ട് വേണം ഷൈലും ഒക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് പിടിച്ച് കയറാനൊക്കെ. എല്ലാവരും ഹെൽപ്പ് ചെയ്തു തന്നെ. അതിങ്ങോട്ട് മഴയുണ്ടെല്ലാം ചെളി കുഴഞ്ഞ് ചില സ്ഥലം വരുമ്പോൾ നമുക്ക് തെന്നിട്ട് കയറാൻ പറ്റില്ല. ആരെങ്കിലും പിടിക്കാതെ നമുക്ക് പൊങ്ങണമെങ്കിൽ പിന്നെ കയറണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചവിട്ടിയാൽ തെന്നിപ്പോവും. അപ്പം ഞങ്ങൾ 6 പേരാ ട്രക്കിംഗ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ലേഡിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ ബോയ്സ് ആയിരുന്നു, ഗൈഡ് അടക്കം. അപ്പോൾ അവർ 3 പേര് സബ്മിറ്റ് ചെയ്യാൻ പോയി. എന്നിട്ട് അവർ പീക്കിൻ്റെ ഷോൾഡർ വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവർ തിരിച്ചു വന്നു. ബാക്കി 3 പേര്, ഞാനും വേറെ 2 പേരും പോയില്ല. ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി പിന്നെ ഇപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ അയ്യോ കുതിര കണ്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞോണ്ട് പോവാ, കുതിര കണ്ടില്ല. വെള്ളത്തിന്റെ സൗണ്ട് കാരണേ കുതിര തന്നെ ഒച്ച കേട്ടില്ല. വെള്ളത്തിന്റെ സൗണ്ട് കാരണം കുതിര എന്നെ പേടിച്ച് ഹൈഡ്രേഷൻ പ്രോജക്റ്റിനകത്ത് ഇട്ടാനെ. കുതിര എന്നെ പേടിച്ച് ഹൈഡ്രേഷൻ പ്രോജക്റ്റിനകത്ത് ഇട്ടാനെ. ആ നമ്മുടെ വൈകുന്നേരം ആവുന്നല്ലേ പ്രീതം പറഞ്ഞ. അല്ല, ഏതായിരുന്നു കളർ? ഓർമ്മയുണ്ടോ കളർ? ഗ്രേ ആയിരുന്നോ? എൻ്റെ ഒരു ബ്ലാക്ക് കളറായിരുന്നു ബാഗിന്റെ. ഇല്ല വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വൈകുന്നേരം ആവുന്ന പറഞ്ഞ. അതുകൊണ്ട് പേഴ്സും സാധനമൊക്കെ കൈ വെച്ചോന്ന് പറഞ്ഞു. ഈ വഴി ഫുള്ള് കുതിരച്ചാണക. അങ്ങനെ ഇവിടെ പച്ചവെള്ളം, ചെറിയ ടർക്കോയ്സ് ഗ്രീൻ കളർ. നേപ്പാളിൽ പോയപ്പോൾ അവിടുത്തെ റിവർ ഫുള്ള് ടർക്കോയ്സ് ഗ്രീൻ കളർ, നല്ല രസമാണ്. ഇവിടെ പക്ഷേ കൂടുതലും പ്യുവർ വാട്ടറാണ്. പക്ഷെ എൻ്റെ ടിപ്പ് വേണ്ടോ, കുറച്ച് ടർക്കോയ്സ് ഗ്രീൻ കളർ. ആ ഇതിൽ തന്നെയാ അവര് പോയണ്ടോ, നമ്മൾ അതിലേ കിടക്കണം. നമ്മൾ പോയപ്പോ ഇത്ര വെള്ളം ഉണ്ട്. ഈ വെള്ളം പോണോ ഇതിന്റെ അടിയില്? അവിടെ നിന്ന് വെള്ളം തന്നെ. അങ്ങനെ നമ്മൾ സംഭവബഹുലമായൊരു ട്രക്കിങ് കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്, പക്ഷെ നമ്മുടെ അല്ല കേട്ടോ. അയ്യോ കുതിര കുതിര. ഇനിയുണ്ട്. ചെലൈന് മാത്രമേ മണിയുള്ളൂ അല്ലേ? ഓ ആ ചിലപ്പോ അതായിരിക്കും. ഗ്യാസ് ഊറ്റി. അപ്പം നമ്മൾ ട്രക്ക് കഴിഞ്ഞ് എല്ലാവരും താഴെ വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ ടീം ഫുള്ള് ഇവിടെ ഉണ്ട്.
ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ് എല്ലാം പറയാനുണ്ടോ? വെരി ഗുഡ് എക്സ്പീരിയൻസ്. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. യൂട്യൂബിൽ വരൂ കേട്ടോ, പറഞ്ഞോ. നല്ല എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്, മറക്കത്തില്ല. മറക്കാത്തതിന്റെ റീസണും കൂടെ പറയണോ? വേണ്ട. ഇതാണ് നമ്മുടെ ബിഗ് ബോസ്. ബോസ് ബിസിയാ. ഇത് ഉന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മഴ തുറന്നിട്ടില്ല, വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇത് നമ്മുടെ ഗൈഡാട്ടോ, ഷെർസിങ്. അങ്ങനെ അപ്പോൾ ഇനി മണാലി വന്നിട്ട് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബൈ 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 ബൈ.